നമസ്കാരം. ഇന്ന് ഓട്ടത്തിലാണ്. എങ്ങോട്ടാണല്ലേ? പീറ്റർബ്രോയിലോട്ട്. യെസ് ഗൈസ്, എത്ര ലേറ്റ് ആയാലും നമ്മുടെ ഐക്കോണിക് ഷോട്ട് നമ്മൾ വിട്ടുകളയില്ല. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തി. റമീസ് അവിടെ ഉണ്ട്, ആശ്വാസം. ബട്ട് സക്സസ്ഫുള്ളി നമ്മൾ ട്രെയിൻ മിസ്സാക്കിയിരിക്കുകയാണ് ഗൈസ്. യെസ്, പിന്നെ ഒന്നും നോക്കിയില്ല, അകത്ത് കയറി അരമണിക്കൂർ ഒറ്റ ഇരിപ്പ്. അടുത്ത ട്രെയിൻ വന്ന് നേരെ പീറ്റർബ്രോ എത്തി. കണ്ടില്ലേ, ഒരു ഹെഡ്ഫോണും പാട്ടും കിട്ടിയ പിന്നെ കൂടെ വന്ന ആളെ പോലും മറന്നാളെ. അമ്മാര് പോക്കാണ്. ദേ ആ ദൂരെ വിജൃംഭിച്ച് കടന്ന് കാണുന്നതാണ് പീറ്റർബ്രോ കട്ടിട്ട്. അങ്ങനെ ക്യാമ്പസിലെത്തി. എത്ര ലേറ്റ് ആയാലും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അകത്ത് കയറാം. അങ്ങനെ പരിപാടിക്ക് ബ്രേക്കിനിതാ എല്ലാവരും കണ്ട്, എല്ലാവരും ഉണ്ട്. ശ്രേയക്കാണെങ്കിൽ ഒരു ഒറ്റ ഒന്നും വെച്ചു കൊടുത്ത് അങ്ങനെ നേരെ ബാക്കി പരിപാടിയിലോട്ട്. പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നുണ്ട് വാളിൽ. ആ സ്റ്റിക്കർ എടുത്ത് എന്റെ ക്യാമറ ഒട്ടിക്കാൻ എനിക്ക് ശ്രേയർ നെറ്റിക്ക് ഞാൻ ഒട്ടിച്ച് നേരെ ഫുഡ് കഴിക്കാൻ പറ്റും നമ്മളെല്ലാവരും. അപ്പോഴേക്കും ഓൾറെഡി റമീസും അശ്വിനും ഫുഡ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു. ആൻഡ് നിങ്ങളെ ഞാൻ അശ്വിനെ പരിചയപ്പെടുത്തിയല്ലോ. ഇതാണ് അശ്വിൻ, നമ്മുടെ പീറ്റർബ്രോയിലെ താരം. ആൻഡ് ഒന്നാം നടക്കുന്ന ഷാൻഡ്രമാരെ പരിപാടിക്ക് വരുന്നതിന് ചെക്കൻ ഫുൾ ഓൺ ആണ്, എല്ലാവരും കൂട്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ജീന ഒരു പാട്ടുകാരാണ്. പുള്ളിക്കാരും വൺ ഹാപ്പിയാണ്, പുള്ളിക്കാർ വൺ എക്സൈറ്റഡും കൂടിയാണ്. അതിന്റെ ആ എക്സൈറ്റ്മെന്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ബാഗും പാക്ക് ചെയ്ത് തിരിച്ച് വഴിയായിട്ട് ഈ അശ്വിനുണ്ട്. അവൻ നമ്മളെ പീറ്റർബ്രോയ്ക്ക് ഒന്ന് ചുറ്റി കാണിച്ചു. വഴിയിൽ വെച്ച് അവൻ അവരെ കണ്ടപ്പോൾ വഴി അറിയാതെ അവനെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ആൻഡ് ആ സമയത്ത് എനിക്ക് ഐഡിയ വന്നു, ഇതാണ് നമ്മളെ ജോൺ നമ്മുടെ SUന്റെ CEO ആണ്. പുള്ളിക്കാരനെ കൊണ്ട് നമ്മൾ നമസ്കാരം പറയിപ്പിച്ചു. നമസ്കാരം. നമസ്കാരം. ആൻഡ് അത് കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പാട് ദേ നോയൽ അവിടെ ഉണ്ട്. നോയലും നമ്മുടെ വണ്ടിയിൽ കയറി നേരെ ക്യാമ്പസിലോട്ട്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.